നാട്ടിൽ നിന്നൊക്കെ ഉന്നത ബിരുദങ്ങളുമായിട്ട് ദുബായിൽ വന്ന് ഞങ്ങളുടെ ജോലി അന്വേഷിച്ച് വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ എന്നാണ്. ഇത്രയും ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, മാസ്റ്റേഴ്സ്, ഡിഗ്രി ഒക്കെ ഉള്ളവർ ഏതെങ്കിലും ജോലി എന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ എത്തിച്ചേരുന്നു? ഈ ചോദ്യത്തിൻ്റെ മാന്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കാനാണ് ദുബായ് വാർത്ത ഇന്ന് ദുബായ് കറാമ ഊതുമേത്തയിലുള്ള എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ +2 റിസൾട്ട് വന്ന സമയമാണല്ലോ. അടുത്ത കോഴ്സിന് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്, ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ശരി ഇതാണ്, ഇതുകൊണ്ടുള്ള നേട്ടം ഇതാണ് എന്ന് പരിചയപ്പെടുത്താനുള്ള ഒരവസരത്തിന് വേണ്ടിയാണ് ദുബായ് വാർത്ത എക്സ്പ്ലോർ എഡ്യൂക്കേഷനെ മാതൃകാപരമായി ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. +2 കഴിഞ്ഞാൽ സാധാരണ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം 3 വർഷം കൊണ്ടാണല്ലോ പൂർത്തിയാക്കുന്നത്. ചില വിദ്യാഭ്യാസ രീതി വെച്ചിട്ടാണെങ്കിൽ 4 വർഷം. ഈ 3-4 വർഷത്തെ ഫീസ് എത്രയാണോ അതിൽ 1 വർഷത്തെ ഫീസ് മാത്രം ഒന്ന് കണക്കൂട്ടി നോക്കൂ. ആ 1 വർഷത്തെ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് ഈ 3-4 വർഷത്തെ വിദ്യാഭ്യാസം സ്വന്തമാക്കാൻ പറ്റുന്ന, അതും നമ്മുടെ കുട്ടിക്ക് അല്പം ഒരു സ്കില്ലുണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഇപ്പം ലോകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റം, അതേക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേണ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും നമ്മുടെ പരിചിത വലയത്തിൽ നാട്ടിലോ ഇവിടെ UAE-യിലോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു കരിക്കുലമുണ്ട്, ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം ദുബായിൽ വളരെ സജീവമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, അവർക്ക് ഈ വിവരം എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന ആദ്യമേ ഉണ്ട്. 50 വർഷത്തോളം പാരമ്പര്യമുള്ള ബ്രിട്ടീഷ് കരിക്കുലമായ പിയേഴ്സൺ ബിടെക് എന്ന് വെച്ചാൽ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്നാണ്. ഈ പിയേഴ്സൺ ബിടെക്കിനെ ഇവിടെ പരിചയപ്പെടുന്നതിന് പിന്നിൽ 10 വർഷം പൂർത്തിയാകുന്ന ദുബായ് വാർത്തയ്ക്ക് ഒരു അജണ്ടയുണ്ട്. ഞങ്ങളുടെ 10 വർഷം പൂർത്തിയാകുന്ന സന്തോഷത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 2 മില്യൺ ഫോളോവേഴ്സുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് പിയേഴ്സൺ ബിടെക്കിൻ്റെ ഈ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ സെൻറ്ററുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ 10ാം വാർഷികം പ്രമാണിച്ച് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് നൽകണം എന്ന നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുന്ന, വർഷങ്ങളായി ഞങ്ങളുമായിട്ട് വ്യക്തിപരമായും അല്ലാതെയും ബന്ധമുള്ള എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ്റെ മാനേജ്മെന്റ് അത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം കൂടി അറിയിക്കട്ടെ. അന്ന് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ മുമ്പ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ജോലി പെട്ടെന്ന് കിട്ടുന്നു, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിനേഷൻ ഇല്ലാതെ UK ഇരുന്നുകൊണ്ടുള്ള അസസ്മെന്റ് വഴി കൊടുക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. 3ാമത്തെ വർഷത്തെ വിദ്യാഭ്യാസം ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ UK യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, അതും സ്കോളർഷിപ്പോട് കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കണക്ക് എങ്ങനെയാണ്? ഏകദേശം 3 വർഷം മുമ്പാണ് സാർ ഇവിടെ വന്നത്. അതെ, ഈ 3 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഞാൻ 40-50% മലയാളി സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 25 നാഷണാലിറ്റി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. മലയാളികൾ വളരെ ട്രഡീഷണൽ വേയിലാണ് അവർ CBSE ആ ലെവലിൽ എങ്ങനെ പഠിപ്പിച്ച് പോകുന്നതുകൊണ്ട് പിന്നീട് യൂണിവേഴ്സിറ്റികളിലോട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അവർക്ക് അറിയും. അപ്പം ഈ ഒരു ഓപ്ഷൻ ഞാൻ അന്ന് ത്രൂ ദുബായ് വാർത്തയിൽ കൂടെ മലയാളി പേരൻസിനോട് പറഞ്ഞപ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടി. ഇപ്പം ഹൈസ്കൂൾ റിസൾട്ട് വന്ന സമയമാണ്, 12th റിസൾട്ട് വന്നു. ഈ സമയത്ത് നമ്മുടെ ഒട്ടുമിക്ക പേരൻസും കുട്ടികളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്ന ഒരു സമയം. അതെ, ഈ സമയത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പൈസ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് ഡിഗ്രി എടുക്കുക എന്നുള്ളത്, അതാണ് ഒരു ഏതൊരു പേരൻറ്റും നോക്കുന്നത്. തൻ്റെ മകൾക്ക് ഒരു ബ്രിട്ടീഷ് ഡിഗ്രി കിട്ടുക എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരു ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. ബിസിനസ്, IT എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റി, എല്ലാവരും നോക്കുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കുണ്ടല്ലോ. യെസ് അത് 1st-ഉം 2nd ഇയർ ഇവിടെ പഠിക്കുന്നു, 3rd ഇയർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു യൂണിവേഴ്സിറ്റിയിലോട്ട്. 1 വർഷം യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് അവിടുന്ന് ബാച്ചിലർ ഡിഗ്രി കൊണ്ട് ഇറങ്ങി വരുന്നു. എനിവേർ ഇൻ ദ വേൾഡ് ഈ 3ാമത്തെ വർഷം. ഈവൻ ഇപ്പം റീസെൻ്റ്ലി ഇന്ത്യയിൽ പോലും ഓൾമോസ്റ്റ് 11 യൂണിവേഴ്സിറ്റീസ്, UK യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ. അവരുടെ ബ്രാഞ്ച് ക്യാമ്പസ് അഹമ്മദാബാദ്, മുംബൈ, ബാംഗ്ലൂർ എല്ലായിടത്തും അവർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കൂടുതൽ എക്സാംസിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് കൂടുതലും അസസ്മെൻറ്റും അസൈൻമെൻറ്റ് ബേസ്ഡ് ആണ്. ബ്രിട്ടീഷ് കരിക്കുലം അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ചില ഏരിയകൾ, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, കുളിനറി ആർട്സിന്റെ മാനേജ്മെന്റ്, അതിന്റെ കോഴ്സുകൾ, അതിപ്പോൾ ഞങ്ങൾ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. 1 വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിനകത്ത് 1st ഇയറും 2nd ഇയറും ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നു. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, കുളിനറി ആർട്സ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇവിടെ ചെയ്യുന്നു. 3rd ഇയർ
they are moving to either UK, US, Canada, Australia, any country. They can transfer these studies to final year. ഡിഗ്രി മാത്രമല്ലല്ലോ, നമുക്ക് ഈ 9ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഇവിടെ ചേരാമല്ലോ. യെസ് 9ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ അവരുടെ നമ്മുടെ ഈക്വലൻ ടു CBSE 10th and 12th 10, 11, 12 ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ബ്രിട്ടീഷ് കരിക്കുലം ആണെന്നേ ഉള്ളൂ. ഓക്കെ. ഇൻ കേസ് ഒരു കുട്ടി ഇപ്പൊ 12th ഇവിടെ പഠിച്ചിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ UGCയുടെ ഈക്വലൻസി ലെറ്റർ കിട്ടും, ഈക്വലൻ ടു 12. ആ കുട്ടിക്ക് നാട്ടിൽ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് ഇയർ ബാച്ചിലർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ പല കുട്ടികളും അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയൊരു മാറ്റം ലോകത്ത് വന്നിരിക്കുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ കാര്യം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരുപാട് വലിയ പൈസയാവും അവിടെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നേരെ റിവേഴ്സാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയെങ്കിലും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് മാതാപിതാക്കൾക്കൊപ്പം നിർത്താൻ, അറ്റ്ലീസ്റ്റ് ഇവിടെ പിതാവ് ഉണ്ടെങ്കിൽ പിതാവിനോടൊപ്പം നിർത്തിയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ടോ? അതിൽ ഏറ്റവും നല്ല മാന്യമായ പരിഹാരമാണ് ഇപ്പോൾ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഒരുക്കിയിരിക്കുന്നത്. ബെന്നി സാറുമായിട്ട് സംസാരിച്ചാലേ കടൽ പോലെ നടക്കുന്ന സബ്ജക്റ്റാണ്. ഈ ക്യാമ്പസിലെ കോഴ്സുകൾ തന്നെ നിരവധിയാണ്. ഇതെല്ലാം ഇന്നും നാളെയും കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ബെന്നി സാറിൻ്റെ പേഴ്സണൽ നമ്പർ തരാം. അത്യാവശ്യക്കാർ മാത്രം വിളിക്കുക സംശയങ്ങൾ ചോദിക്കാനൊക്കെ. 050-728-3327. ഇവിടെ വന്നപ്പോൾ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ്റെ അക്കാഡമിക് ഹെഡ് ഒരു മലയാളിയാണ്, മിസ് റീബ ജോൺ. മിസ് റീബ, ഇവിടെ ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡും നാളെ ഒരു തൊഴിൽ സാധ്യത അല്ലെങ്കിൽ ബിസിനസ് സാധ്യത കാണുന്നത്? ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, കാരണം നമ്മൾ മലയാളി കുട്ടികളോടാണ് സംസാരിക്കുന്നത്. അവർ വന്നിട്ടൊരു കോഴ്സ് തെറ്റിപ്പോണ്ട, ഏറ്റവും ടോപ്പ് 1, 2 എന്നൊക്കെ പറയാവുന്നതാണ്. എല്ലാ കോഴ്സുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, എങ്കിലും IT കോഴ്സസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡിലുള്ളത്. സൈബർ സെക്യൂരിറ്റി, AI, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റായി തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സുകൾ, അതിനൊക്കെ നല്ല ഡിമാൻഡുണ്ട്. ബിസിനസ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് തന്നെയാണ്. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണമല്ലോ. മാർക്കറ്റിംഗും ബിസിനസ്സും അതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിസൈൻ കോഴ്സസിൽ എസ്പെഷ്യലി ഇപ്പോൾ കാണുവാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിനും ഫാഷൻ ഡിസൈനിനും ഗ്രാഫിക് ഡിസൈനും ഒക്കെ നല്ല എൻക്വയറി വന്നിട്ടുണ്ട്. ഈ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ബിസിനസ്സുകാരി ഒളിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടുപിടിക്കുകയും അയാളെ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെ വെച്ചാണ് ആ കനൽ, ആ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടുക? ഈ പ്രോഗ്രാം തന്നെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇതൊരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇത് സ്കിൽ ബേസ്ഡ് ഇത് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ അസൈൻമെന്റ്സ് എല്ലാം തന്നെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. അത് ആദ്യത്തെ ഒരു 1, 2, 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സ്പാർക്ക് തിരിച്ചറിയാൻ പറ്റും. എക്സ്പ്ലോർ എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇവിടെ നിന്ന് കണ്ടിട്ട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് പോകേണ്ട ഒരാളുണ്ട്. അത് അഡ്മിഷൻ കോർഡിനേറ്ററാണ്. അഡ്മിഷൻ കോർഡിനേറ്റർ ഭാഗ്യവശാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളിയാണ്, കാസർഗോഡ് സ്വദേശിനിയാണ്, മിസ് റോസ്ന. ഞാൻ മിസ്റ്റർ ബെന്നി വർഗീസുമായിട്ട് നമ്മളൊരു കരാർ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദുബായ് വാർത്തയുടെ 10ാം വാർഷികം പ്രമാണിച്ച് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ താല്പര്യപൂർവ്വം വരുന്നവർക്ക് പകുതി കാശ്, അത് എത്രയാണോ ഫീസ് അതിൻ്റെ പകുതി മാത്രം ഈടാക്കുന്നു എന്നുള്ള ഒരു വെരി സ്പെഷ്യൽ കൺസെഷൻ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുകയാണ്. അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിനൊക്കെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥ, എങ്ങനെയൊക്കെയാണ് ഫീസിന്റെ രീതിക്ക് ഇവിടെ? ഫീസ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ദുബായ് വാർത്ത ത്രൂ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നല്ലൊരു സ്കോളർഷിപ്പ് ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആണ്. അവർക്ക് 1 ഷോട്ട് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ടേ വരത്തുള്ളൂ. 3 വർഷം നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്ക് അഭിരുചിയുള്ള വിഷയം പഠിച്ചിട്ട് പരീക്ഷയില്ലാതെ സർട്ടിഫിക്കറ്റും സ്വന്തമാക്കിയിട്ട് ബിസിനസ്സിലേക്കോ തൊഴിലിലേക്കോ പോകാൻ പറ്റുന്ന ഈ ഒരു ക്യാമ്പസ് ദുബായ് കറാമയിൽ ഊതുമേത്ത മെട്രോയുടെ തൊട്ടടുത്താണ്. മെട്രോ ഇറങ്ങിയാൽ 1 മിനിറ്റ് നടക്കാനില്ല. ഈ ക്യാമ്പസിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ കാലമൊക്കെ ഓർമ്മ വരികയും വീണ്ടും ഒന്നുകൂടിയൊക്കെ പഠിക്കണം. കാരണം പരീക്ഷ എഴുതണ്ടല്ലോ, അസസ്മെന്റ് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ പഠിക്കാം. മാത്രമല്ല ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഇന്റർനാഷണൽ ടൂറുകൾ സംഘടിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നു, പ്രതിഭാവിലാസം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റിയൽ മോഡൽ ക്യാമ്പസായി മുന്നോട്ട് പോകുമ്പോൾ ആർക്കും പഠിക്കാൻ തോന്നിപ്പോകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു. ദുബായ് വാർത്തയുടെ 10ാം വാർഷികം പ്രമാണിച്ച് എക്സ്പ്ലോർ എഡ്യൂക്കേഷനുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് വേണ്ടപ്പെട്ടവർ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരത്തിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയുമാണ്.